നമ്മൾ 2013 മുതൽ മാർച്ച് 20 ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആയിട്ട് UNO അംഗീകരിച്ചിട്ടുണ്ട്, ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് മറ്റേ ഹാപ്പിനെസ് ഈസ് എ പ്രൈം ഗോൾ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഏറ്റവും അവകാശപ്പെട്ടൊരു കാര്യം കൂടിയാണ് ഹാപ്പിനെസ് എന്നുള്ളത്. നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് ആവശ്യമുള്ളതും അവകാശപ്പെട്ടതുമാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തിലെല്ലാം നമുക്ക് എമോഷണൽ ആക്ടിവിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് 2 ടൈപ്പ് മൈൻഡ് ഉണ്ട്. ഒന്ന് ഇമോഷണൽ മൈൻഡ് എന്ന് പറയും, പിന്നെ ഇൻ്റലക്ച്വൽ മൈൻഡ് എന്ന് പറയും. ഈ ഹാപ്പിനെസ് എല്ലാം പ്രവർത്തിക്കുന്നത് ഇൻ്റലക്ച്വൽ മൈൻഡിലാണ്. നമ്മുടെ എമോഷൻസ്, നമുക്ക് ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ബോർഡം അല്ലെങ്കിൽ ഗ്രീഡ്, ഇങ്ങനത്തെ എല്ലാ നെഗറ്റീവ് ഇമോഷൻ സംഭവിക്കുന്നത് ഇമോഷണൽ മൈൻഡിലാണ്. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഹാപ്പിനെസ്സിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് അതിനുള്ള പ്രാക്ടീസസും നമ്മുടെ സോഷ്യൽ സർക്കംസ്റ്റാൻസ് എല്ലാം അതിനെ യോജിച്ചതായിരുന്നു, അല്ലെങ്കിൽ അത് പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ എന്താണ് സംഭവിച്ചത്? ആഫ്റ്റർ കോവിഡ് കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് പേസ് ലൈഫാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി മാത്രം, അതായത് സർവൈവലിന് മാത്രമാണ് നമ്മുടെ എല്ലാം പ്രവർത്തിക്കുന്നത്, അല്ലേ? നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മുടെ ശമ്പളത്തിന് വേണ്ടി, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇതന്നെയാണല്ലോ ഒരു അനിമലും ചെയ്യുന്നത്, ഒരു മൃഗവും ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? അപ്പോൾ ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻ്റലക്ച്വൽ മൈൻഡ് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മൾ മൃഗത്തിൽ നിന്ന് മാറുള്ളൂ, മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇമോഷൻസിനെ എല്ലാവരും ഇമോഷൻസിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന് എസ്പെഷ്യലി ഇപ്പം നമ്മൾ കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത്, എപ്പോഴെങ്കിലും അവരുടെ അടുത്ത് നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ഹാപ്പിനെസ് വേണ്ടി നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്? ഒന്നുമില്ല, ഇല്ല. അപ്പം ഇത് അവയർനെസ് കൊടുക്കണം. ഹാപ്പിനെസ് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് UN ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിനി ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇനി വരുന്ന ആഴ്ചകളിലെല്ലാം നമ്മുടെ സർവൈവലിന് വേണ്ടി ചെയ്യുന്നതിനൊപ്പം, നമ്മൾ പഠിക്കുന്നത് സർവൈവലിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ജോലി ചെയ്യുന്ന സർവൈവൽ, നമ്മുടെ ഹാപ്പിനെസിന്റെ പ്രാധാന്യം കൂടെ നമ്മൾ കൊടുത്താൽ മാത്രമാണ് ഒരു ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, അതാണ് ഈ ഹാപ്പിനെസ് അവയർനെസ്സിന് ഇത്ര പ്രാധാന്യം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതിനുള്ള റീസൺ.